സിനിമ കാണാറില്ലേ? ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്. അസൽ കള്ളലക്ഷണം. ഞാൻ കള്ളനൊന്നുമല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ. പേര് legend called Mohanlal sir. Mohanlal sir. Mohanlal sir. Mohanlal sir. Mohanlal fan. My brother Mohanlal. Mohanlal. Lal sir. Mohanlal sir. Mohanlal sir. Mohanlal sir. Mohanlal sir. മോഹൻലാൽ. മലയാളികൾ കഴിഞ്ഞ 40 വർഷത്തിന് മുകളിലായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മലയാളിയുടെ സ്വന്തം അഹങ്കാരം, ദ വൺ ആൻഡ് ഓൺലി ലിവിംഗ് ലെജൻഡ് പത്മഭൂഷൺ മോഹൻലാൽ. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്. അതാണ് അതിന്റെ ഒരു ലൈൻ. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പിരിപ്പുണ്ട് വീട്ടില്. കാണോ നിനക്ക്? കപ്പോ അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ല റൗണി, ഇത്രയും വലിയ കുപ്പി. എന്നാ നമുക്ക് തുടങ്ങാം. നാട്യം കൊണ്ടുമായ ജാലം കാട്ടും വിശ്വസാമ്രാട്ട്. ഊടങ്ങട്ടെ ചെന്ന നാട്ടിൽ പള്ളി വേട്ടയാറാട്ട്. മുഴങ്ങുമെൻ പ്രഭാവം ഇരട്ടി മറിയും ചുടലെടുത്തു വെക്കും ചൊട്ട. എന്നെ വെല്ലാൻ കൊന്നൊരുത്തനാരുമില്ല ചേട്ട. பெரியோர்களே, என் அன்பு தாய் குலமே, என் ரத்தத்தின் ரத்தமே, இந்த அண்ணன் சொல்றது என்னன்னு வச்சா ഞാൻ പോരാ. ഉത്സവം കണ്ടു നടക്കുമ്പോൾ ഞാൻ കോയ രണ്ടു കോയേ. എന്താണ് ഇത്? വഴിയിലാണോ കാറിടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാറിടുന്നത്. ഇവിടെ അങ്ങനെ പുരപ്പുറത്താണ് കാറിടുന്നത്. ആണോ നമ്പിശ? പച്ച പട്ടുടുത്ത പ്രകൃതി പട്ടുകൊടുത്തൊരു പച്ച പരന്തത്തെയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തന്നെ എനിക്ക് തോന്നി. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ. ഈശ്വരാ, ഇങ്ങനെ ഒരു പ്രാന്തമായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. പ്രാന്തമായി നോക്കി നിന്റെ അച്ഛൻ. ഞാൻ നിന്റെ സ്വന്തം. നിന്റെ അച്ഛനാ പുല്ല തണ്ടി മാറി. हम गुरका हम
എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മിയിട്ട് നോക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്. ദൈവം ശിക്ഷിക്കും. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിന് പൊട്ടിക്കട്ടാ. നിങ്ങൾ കള്ളനല്ല, സമ്മതിച്ചു. ഇനി ഞാൻ എന്ത് വേണം? ഇയാളെ പ്രേമിക്കണം. ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് തരും. I love you. പോരുന്നോ എന്റെ കൂടെ? ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കത്തിൽ എന്ന പോലെ കുറച്ചൊരു വാചകമുണ്ട്.